ഹലോ എവ്രി വൺ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 2024 PYQ എസ്റ്റം പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് PYQ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ 4 മാർക്സ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് 5 മാർക്സ് എസ്സേസും അതുപോലെ 6 മാർക്സ് എസ്സേസും ആണ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് 5 മാർക്സ് എസ്സേസ് നോക്കാം. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. Differentiate between dominant and negotiated positions of decoding as put forward by Stuart Hall. So this is a 5 marks essay question. So നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? സ്റ്റുവർട്ട് ഹാളിന്റെ എസ്സേ നിന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡോമിനന്റ് നെഗോഷിയേറ്റഡ് പൊസിഷൻസ് ഓഫ് ഡീകോഡിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. In his essay Encoding and Decoding in the Television Discourse, Stuart Hall analyzes the communication model of television discourse. So, ഒരു ടെലിവിഷൻ ഡിസ്കോഴ്സ് അതിൻ്റെ സ്ട്രക്ചർ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ അല്ലെ, ടെലിവിഷൻ എന്ന മീഡിയത്തിലൂടെ നമുക്ക് എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ. സോ ഈ ഒരു മോഡൽ അതിൻ്റെ ഒരു അനാലിസിസ് ആണ് എസ്സേയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. In this channel of communication, he states that a perfectly transparent communication is not always guaranteed. So we cannot say that ഈ ഒരു ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ എവറിത്തിങ് ഇസ് പെർഫെക്റ്റ്ലി ട്രാൻസ്പെറൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ലൈക്ക് what the producer of a message wants to convey, it is very sincere, and the receiver is also very sincere about accepting it as such. എങ്ങനെയാണോ അത് പ്രൊഡ്യൂസ് ഒരു മെസ്സേജ് നമ്മുടെ ടെലിവിഷൻ കമ്മ്യൂണിക്കേഷൻ ഡിസ്കോഴ്സിൽ അല്ലെ, എങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിൽ ഒരു മെസ്സേജ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, അത് അതേപോലെ തന്നെ ഒട്ടും എന്താണ് ഒരു ചേഞ്ചും ഇല്ലാതെ അതേപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു റിസീവർ അല്ലെങ്കിൽ ഒരു ഓഡിയൻസ് ഉണ്ട്. സോ അങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അത്തരത്തിലുള്ള ഒരു ട്രാൻസ്പെറൻസി നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലിൽ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അദ്ദേഹം ഈ എസ്സിൽ പറയുന്നത്. സോ എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. എൻകോഡിംഗ് എന്താണ്? ഹൗ എ മെസ്സേജ് is planned and it is produced. Say for example, we are encoding basically before we communicate അല്ലെ. നമുക്കിപ്പം ഒരു കാര്യം നമുക്ക് ഒരാളോട് പറയണം. ഫസ്റ്റ് നമ്മളത് നമ്മുടെ ബ്രെയിനിൽ ആ ഒരു ഐഡിയ കൺസീവ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ തന്നെ നമ്മുടെ ഐഡിയക്ക് ഒരു ഫോം കൊടുക്കുന്നു, അത് ഡെലിവർ ചെയ്യുന്നു. പിന്നെ ആ മെസ്സേജിനെ എങ്ങനെയാണ് ആ ലിസ്ണർ അല്ലെങ്കിൽ അത് നമ്മൾ ആർക്കാണോ ആ മെസ്സേജ് കൊടുത്തത് അയാൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു ദാറ്റ് പേഴ്സൺ. അവിടെ ഒരുപാട് ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ അതേപോലെ ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ഐഡിയ മനസ്സിലാവും. എല്ലാം ട്രാൻസ്പെറന്റ് ഒന്നും അല്ല. സോ ഇവിടെ ഡോമിനന്റ് ആൻഡ് നെഗോസിയേറ്റഡ് പൊസിഷൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു മെസ്സേജിനെ റിസീവ്, ഓക്കെ, അത് റിസീവ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന അതിൻ്റെ കുറെ പൊസിഷൻസ് ആണ്. ഏതൊക്കെ രീതിയിൽ ആ റിസീവറിന് മെസ്സേജ് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും, അവിടെയാണ് see here Hall ഈ ഒരു സെന്റൻസ് നോക്കി. Hall also examines the various articulations in which encoding and decoding can be combined. So he offers 3 hypothetical positions from which decoding can be constructed. അവിടെയാണ് അദ്ദേഹം ഈ 3 രീതികൾ, ഈ 3 രീതികളിൽ ഏതുമാകാം. There is no particular rule that the receiver
adopts one particular position. അങ്ങനൊന്നുമില്ല. ഇതിലേതുമാകാം ഡീകോഡ് ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു ലിസ്ണർ, ഒരു ഓഡിയൻസ് എങ്ങനെയാണ് ആ മെസ്സേജ് ഡീകോഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. സോ ഒരു ഇൻട്രൊഡക്ഷനായി നൗ കമ്മിങ് ടു ദ ഡിഫറൻസ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡോമിനന്റ് ആൻഡ് നെഗോസിയേറ്റഡ് പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ കമ്മിങ് ടു ദ ഡോമിനന്റ് ഹെജിമോണിക് പൊസിഷൻ. So here, the viewer, the audience, the listener takes the connoted meaning from a television discourse full and straight and decodes the message in terms of the reference code employed in encoding. The viewer is operating inside the dominant code. It is the ideal type of perfectly transparent communication with full symmetry or equivalence between the two codes in encoding and decoding. Now, എന്താണോ ക്രിയേറ്റർ, എന്താണോ പ്രൊഡ്യൂസർ ഓഫ് മീനിങ്, പ്രൊഡ്യൂസർ ഓഫ് മെസ്സേജ് മനസ്സിൽ ഇന്റന്റ് ചെയ്ത് ആ ഒരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്തത്, അതേ ഇന്റൻഷനോട് തന്നെ, ഐ മീൻ ആ ഇന്റൻഷനിൽ തന്നെ, അല്ലെങ്കിൽ ഒരു പവർ സിസ്റ്റം ഒരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുന്നു ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിലേക്ക് ഡെലിവർ ചെയ്യാനായിട്ട്. അയാൾ എന്ത് ഉദ്ദേശിച്ചാണോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ ഉദ്ദേശം അതേപോലെ അതേ രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഓഡിയൻസ് ആണെങ്കിൽ, ഓഫ് കോഴ്സ് ദാറ്റ് ഓഡിയൻസ് ഓർ വ്യൂവർ ഇസ് ഓപ്പറേറ്റിംഗ് ഇൻസൈഡ് ദ ഡോമിനന്റ് ഹെജിമോണിക് പൊസിഷൻ. അത് നമുക്ക് ആ ഒരു വേർഡിൽ, ആ ഒരു ഫ്രേസിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വെൻ യു സേ ഡോമിനന്റ് ഹെജിമോണിക്, എന്താണ് ആ ഒരു ഹെജിമണി, ആ ഒരു പവർ സ്ട്രക്ചറിനുള്ളിൽ തന്നെ ആണ് റിസീവറും. ദ റിസീവർ ഇസ് വെരി മച്ച് റെഡി ടു അക്സെപ്റ്റ് വാട്ട് ദ ഡോമിനന്റ് പവർ സ്ട്രക്ചർ ഇസ് ഗിവിംഗ് ദം. അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ ട്രാൻസ്പെറൻസി ഉണ്ട്. കാരണം പ്രൊഡ്യൂസർ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെ അതേ രീതിയിൽ തന്നെ അത് ഡീകോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ദ റിസീവർ. ദാറ്റ് മീൻസ് വാട്ട്? വെരി സിമ്പിൾ, ദ റിസീവർ ഇസ് എൻ ആർഡന്റ് സപ്പോർട്ടർ ഓഫ് ദാറ്റ് ഡോമിനന്റ് സിസ്റ്റം. അപ്പൊ അവിടെ ഒരു ഫുൾ സിമിട്രി, ഒരു തരത്തിലുള്ള അൺഈക്വൽ സിറ്റുവേഷൻസും ഇല്ല. ഈക്വൽ ആയിട്ടുള്ള ഒരു ഇക്വലൻസ് സിറ്റുവേഷൻ ആണ് എൻകോഡിങ് ഡീകോഡിങ് തമ്മിലുള്ള ഒരു ചാനലായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. രണ്ടും തമ്മിൽ യാതൊരു അൺഇക്വാളിറ്റി ഇല്ല. എന്താണോ എൻകോഡ് ചെയ്യുന്ന ആൾ ഉദ്ദേശിച്ച അതേ രീതിയിൽ തന്നെ അത് ഡീകോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് റിസീവർ. പക്ഷേ ആ ഡോമിനന്റ് ഹെജിമോണിക് പൊസിഷനിലകത്ത് തന്നെ നമുക്ക് പ്രൊഫഷണൽ കോഡ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ കൂടിയുണ്ട്. അത് നിങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് പ്രൊഫഷണൽ കോഡ് എന്ന് പറയുന്നത്? സോ അത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമുക്ക് മീഡിയ ഉണ്ട് അല്ലെ? ഈ മീഡിയ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? സേ ഫോർ എക്സാമ്പിൾ, ലെറ്റ് us take the different news channels that report one particular incident differently based on their political alignments. അല്ലെ? അവരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻസ് അനുസരിച്ചായിരിക്കും ഓരോ ന്യൂസ് ചാനലും എന്താണ് ആ ഒരു ന്യൂസ് പ്രസന്റ് ചെയ്യുന്നത്. ബട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് സ്പേസ് ഉണ്ട്, ഒരു ഫ്രീഡം ഉണ്ട് അല്ലെ? അവിടെ ആർക്കും ഇൻട്രൂഡ് ചെയ്യാനായിട്ട്, ഇന്റർഫിയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവിടെ ഒരു ഇൻഡിപെൻഡന്റ് സ്പേസ് അവർക്കുണ്ട്, ആർക്കും അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് അൾട്ടിമേറ്റ്ലി ദേ ആർ സപ്പോർട്ടേഴ്സ് ഓഫ് ദാറ്റ് ഡോമിനന്റ് ഹെജിമോണിക് പൊസിഷൻ, ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ കോഡ്. അവരെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആ ഒരു പൊളിറ്റിക്കൽ അലൈൻമെന്റ്, അതിനെ തന്നെയാണ് അവര്, ആ ഒരു പാർട്ടി, ആ ഒരു സിസ്റ്റം, പവർ സിസ്റ്റത്തിനെ തന്നെയാണ് അവര് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അവർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു റിലേറ്റീവ് ഇൻഡിപെൻഡൻസ് കാണും. ഓക്കെ, സോ അവിടെ ഡോമിനന്റ് കോഡ് ആണെങ്കിൽ പോലും അവരെ ആ സപ്പോർട്ട് ചെയ്യുന്ന ആ സിസ്റ്റത്തിന് പോലും അവരിലേക്ക് ഇന്റർഫിയർ ചെയ്ത് ഇങ്ങനെ കാണിക്കില്ല, അങ്ങനെ കാണിക്കണം, അങ്ങനെ ഒരു കൺട്രോള് വരത്തില്ല. അങ്ങനെ ഒരു കൺട്രോൾ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ അവർ കൺട്രോൾ ചെയ്യത്തുമില്ല. സോ അതാണ് പ്രൊഫഷണൽ കോഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് അപ്ലൈസ് ക്രൈറ്റീരിയ ആൻഡ് ട്രാൻസ്ഫോർമേഷണൽ ഓപ്പറേഷൻസ് ഓഫ് ഇറ്റ്സ് ഓൺ. ഓക്കെ, അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നു. ദെൻ എസ്പെഷ്യലി ദോസ് ഓഫ് എ ടെക്നോ പ്രാക്ടിക്കൽ നേച്ചർ. ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്.
ആ ഒരു ഐഡിയോളജി അല്ലെ, ആ ഒരു പെർട്ടിക്കുലർ പവർ സ്ട്രക്ചർ റെപ്രസെന്റ് ചെയ്യുന്ന ഐഡിയോളജി കാണിക്കുന്ന ഒരു ഇൻസിഡന്റ്, അത് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഈ പ്രൊഫഷണൽ കോഡായ മീഡിയയുടെ അല്ലെങ്കിൽ പലതരം ന്യൂസ് ചാനൽസിന്റെ ഡിസ്ക്രിഷനിലുള്ളതാണ്. അതിൽ അവരെ ആർക്കും കമാൻഡ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ പറ്റത്തില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ പ്രൊഫഷണൽ കോഡ് എന്ന് പറയുന്നത് ആ ഹെജിമോണിക് ഡോമിനൻസ് സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന കോഡ് തന്നെയാണ്. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദ പ്രൊഫഷണൽ കോഡ് ഓപ്പറേറ്റ്സ് വിത്തിൻ ദ ഹെജിമണി ഓഫ് ദ ഡോമിനന്റ് കോഡ്. കണ്ടോ, ഇവിടെ സ്റ്റുവർട്ട് ഹോള് നമുക്ക് തരുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത് the interpretations of the politics of Northern Ireland, the Chilean coup, and the Industrial Relations Bill introduced in the British Parliament, the backdrop of the rising inflation. So, ഈ പറയുന്ന സിറ്റുവേഷൻസിൽ എല്ലാം തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ മിലിറ്ററി എലൈറ്റ് സെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് എന്താണ് മെസ്സേജ് ടെലിവിഷൻ ഡിസ്കോഴ്സിൽ ഡെലിവർ ചെയ്യപ്പെട്ടത്. In the context of Northern Ireland, in the context of the sudden change of the government in Chile, and also the Industrial Relations Bill introduced in the British Parliament, in the background of the rising inflation. അപ്പൊ അവിടെ എല്ലാം ഈ പൊളിറ്റിക്കൽ മിലിറ്ററി എലൈറ്റ് എന്ന ഡോമിനന്റ് ഹെജിമോണിക് കോഡിന്റെ വിൽ ആൻഡ് വിഷൻ അനുസൃതമായിട്ടാണ് മെസ്സേജ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലില് എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടത്. സോ അത് ഡോമിനന്റ് ഹെജിമോണിക് കോഡിന്റെ എക്സാമ്പിൾ ആയിട്ട് സ്റ്റുവർട്ട് ഹോൾ എടുത്ത് പറയുന്നുണ്ട്. ഇനി നമ്മൾ നേരെ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദി ആൻസർ, നെഗോഷിയേറ്റഡ് കോഡ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതെന്താണെന്ന് നമുക്ക് ആൻസർ ചെയ്യണം അല്ലേ? സോ ഡീകോഡിംഗ് വിത്ത് നെഗോഷിയേറ്റഡ് കോഡ് ഇസ് എ മിക്സ്ചർ ഓഫ് അഡാപ്റ്റീവ് ആൻഡ് oppositional elements, and it acknowledges the legitimacy of the hegemonic definition. It accords the privileged position to the dominant definitions of events while preserving the right to make a more negotiated application to local conditions. The simple example of a negotiated code is the response of a worker to the notion of an industrial relations bill limiting the right to strike or to arguments for a wage freeze. അപ്പൊ നെഗോഷിയേറ്റഡ് കോഡ് എന്ന് പറയുമ്പോൾ അവിടെ അഡാപ്റ്റീവ് ആൻഡ് ഒപ്പോസിഷണൽ എലമെന്റ്സിന്റെ ഒരു മിക്സ്ചർ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിച്ച് മീൻസ് ഓഫ് കോഴ്സ് എന്താണോ ഹെജിമോണിക് ഡോമിനന്റ് സ്ട്രക്ചർ പറയുന്നത് അത് അതേപടി എന്താണ് എന്താണ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, അതിനെ ഒന്ന് എന്താണ് അഡാപ്റ്റ് ചെയ്യുന്ന, അതുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുന്നുണ്ട്. Did you understand? But at the same time, ഈ പറയുന്ന നെഗോഷിയേറ്റഡ് കോഡിൽ പ്രവർത്തിക്കുന്ന റിസീവേഴ്സ് അല്ലെങ്കിൽ ലിസ്ണേഴ്സ് ഓർ ഓഡിയൻസ് ഇസ് നോട്ട് റെഡി ടു എന്താണ് സ്റ്റേ അൺറെസ്പോൺസീവ്. അവർ അവരുടേതായിട്ടുള്ള ശരികൾക്ക് വേണ്ടിയിട്ട് ചില സമയം എന്താണ് ഡോമിനന്റ് സ്ട്രക്ചറിനെ ഒപ്പോസ് ചെയ്യാറുമുണ്ട്. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് therefore is a mixture of supporting as well as opposing the hegemonic code. Okay, but എന്നാൽ പോലും നമുക്ക് കംപ്ലീറ്റ്ലി ഹെജിമോണിക് എഗെയിൻസ്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. It acknowledges the legitimacy of the hegemonic definitions. Okay, hegemony, dominant structure പറയുന്നുണ്ട്, പവർ സിസ്റ്റം പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ്. ആൻഡ് ഓഫ് കോഴ്സ് വി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, അവരത് അക്നോളജ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ചില ലോക്കൽ കണ്ടീഷൻസ് അവരുടേതായിട്ടുള്ള പ്രോബ്ലംസിലേക്ക് വരുമ്പോൾ, അവരുടെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രോബ്ലംസ് അഡ്രസ് ചെയ്യുന്ന ടൈമിൽ അവരെന്തോ ചെയ്യും, ഒരു കൈൻഡ് ഓഫ് നെഗോസിയേഷൻ എടുക്കുന്നുണ്ട്. വാട്ട് ഹാപ്പൻസ്? ഓക്കെ, അവർ അവരുടേതായിട്ടുള്ള ഒരു റൈറ്റ് റിസീവ് ചെയ്ത് ഒരു നെഗോഷിയേറ്റഡ് പൊസിഷൻ എടുക്കുന്നു. ദാറ്റ് മീൻസ് അവർ ചെറിയ രീതിയിൽ എന്താണ് ചില കാര്യങ്ങൾ ഒപ്പോസ് ചെയ്യുന്നുണ്ട് ഹെജിമണിയുടെ. അവരുടെ ആ ഒരു ലോക്കൽ കണ്ടീഷൻ, ആ ഒരു നീഡ്സ്
അവരുടെ ഇമീഡിയറ്റ് പ്രോബ്ലംസിനുള്ള റിസൊല്യൂഷൻസിന് വേണ്ടിയിട്ട് ചില ഹെജിമോണിക് സ്ട്രക്ചറിന്റെ എലമെന്റ്സ് അവർ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു സിംപ്ലസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് സ്റ്റുവർട്ട് ഹോൾ നമുക്ക് കാണിക്കുന്നത് ഈസ് ദ റെസ്പോൺസ് ഓഫ് എ വർക്കർ to the notion of an industrial relations bill limiting the right to strike or to arguments for a wage freeze. Okay, ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ബില്ല് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു വർക്കർ എങ്ങനെയായിരിക്കും ആ ഒരു ഫാക്ടറി വർക്കർ അതിനെ കാണുന്നത്, അതിൽ റെസ്പോണ്ട് ചെയ്യുന്നത് അതിനോട് എങ്ങനെയായിരിക്കും? ഓക്കെ, സോ അവിടെ ആ ഒരു ബില്ല് എന്താണ് ചെയ്യുന്നത്? അവർക്ക് സമരം ചെയ്യാനുള്ള അവകാശത്തെ അടിച്ചമർത്തുന്നു. ഓക്കെ, അതുപോലെ തന്നെ അവർക്ക് വേണ്ട എന്താണ് വേജസ്, ഓക്കെ, അത് കിട്ടുന്നത് എന്താണ് ഒപ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബില്ല് വരുമ്പോൾ അതിനെ അവർക്ക് എതിർക്കാതെ നിവർത്തിയില്ല. സോ ദേ വിൽ ഹാവ് ടു ടേക്ക് എ നെഗോഷിയേറ്റഡ് പൊസിഷൻ. അപ്പൊ അവർക്ക് ചില എലമെന്റ്സ് ഒപ്പോസ് ചെയ്തേ പറ്റൂ. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദേ ഹാവ് ടു ക്വിറ്റ് ദ ഫാക്ടറി. ആ ഒരു ഫാക്ടറി എന്ന ഡോമിനന്റ് സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് വി ആർ നോട്ട് റെഡി ടു വർക്ക് ഫോർ യു എന്ന് പറഞ്ഞ് അവർക്ക് പോകാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ദെയർ ലൈവ്ലിഹുഡ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ദേ കനോട്ട് സേ എ കംപ്ലീറ്റ് യെസ് ടു ദാറ്റ് ബിൽ. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു പൊസിഷനാണ് നമ്മുടെ നെഗോഷിയേറ്റഡ് കോഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 5 അഡ്വാൻറ്റേജസ് ഓഫ് ദ ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. സോ നമുക്ക് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് പഠിക്കാനുണ്ട് അണ്ടർ ELT. സോ അതില് നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡയറക്റ്റ് മെത്തേഡാണ്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ മാക്സിമിലിയൻ ബെർലിറ്റ്സ് ഇൻ ദ 19th century as a response to the demerits of the grammar translation method. So നമുക്കറിയാം ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ പ്രിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ അപ്രോച്ച് ടു ഗ്രാമറിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് അല്ലെ. അപ്പോൾ അതിനെതിരെ ഈ ഒരു ഫോറിൻ ലാംഗ്വേജിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിന്റെ ഗ്രാമർ റൂൾസ് ഒക്കെ മനസ്സിലാക്കി അത് ടാർഗറ്റ് ലാംഗ്വേജിൽ അപ്ലൈ ചെയ്ത് പഠിക്കുന്ന വളരെ ഒരു എന്താ പറയണ്ട ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ അപ്രോച്ചിന് റെസ്പോൺസ് ആയിട്ട് കൊണ്ടുവന്നതാണ് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. സോ ഇതിനെ നമ്മൾ നാച്ചുറൽ മെത്തേഡ് എന്ന് വിളിക്കുന്നുണ്ട് ബിക്കോസ് ഇറ്റ് ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു ദ ടാർഗറ്റ് ലാംഗ്വേജ്. ഓക്കെ, ആസ് ഒപ്പോസ് ടു ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ഇവിടെ നമ്മൾ ഒരു നാച്ചുറൽ ഒരു പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റാദർ ദാൻ ട്രാൻസ്ലേറ്റിംഗ് റൂൾസ്. അപ്പൊ ഇതിൽ നമുക്കൊരു 5 മെറിറ്റ്സ് ഒരു അഡ്വാൻറ്റേജസ് നോക്കുവാണെങ്കിൽ, ഇറ്റ് ഫോക്കസസ് ഓൺ ടീച്ചിങ് ദ ടാർഗറ്റ് ലാംഗ്വേജ് without any intermediary role for the mother tongue or L1. ഓക്കെ, നമുക്ക് ഏതാണോ ലേണേഴ്സിന് പഠിക്കേണ്ട മാസ്റ്റർ ചെയ്യേണ്ട ലാംഗ്വേജ് അത് തന്നെ ഡയറക്റ്റ് ആയിട്ട് പഠിപ്പിക്കുവാണ്. ഓക്കെ, സോ അവിടെ നമുക്ക് ഇന്റർമീഡിയറി ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ മദർ ടങ് യൂസ് ചെയ്തിട്ട് ചിലര് വേറൊരു ലാംഗ്വേജ് പഠിപ്പിക്കും. അത്തരത്തിലുള്ള ഒരു അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ഒരു ലാംഗ്വേജ് പഠിപ്പിക്കും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഏതിലാണോ മാസ്റ്റർ ചെയ്യേണ്ടത് ആ ലാംഗ്വേജ് തന്നെ ഡയറക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് എൻകറേജസ് ലാംഗ്വേജ് അക്വിസിഷൻ ഇൻ നാച്ചുറൽ സെറ്റിംഗ്സ്. നാച്ചുറൽ എൻവയോൺമെന്റിലായിരിക്കും ലാംഗ്വേജ് അക്വിസിഷൻ നടക്കുന്നത്. And it encourages learners to speak, listen, and interact in the target language. So it facilitates the development of natural language production. As I told you, target language തന്നെ എല്ലാ സ്കിൽസും പ്രാക്ടീസ് ചെയ്യണം. It is a learner-centered approach which encourages active participation of the students to take control of their learning and fosters a more engaging and interactive classroom environment. So hope you understood. Now, by focusing on direct communication, real-world scenarios, it encourages learners to use the target language
സ്പോണ്ടേനിയസ്ലി, സോ അവർക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ടാർഗറ്റ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റുന്നു. ഫോസ്റ്ററിംഗ് ഫ്ലുവൻസി കൂടുന്നു, നാച്ചുറൽ എക്സ്പ്രഷൻ കൂടുന്നു. ദ ഡിറക്ട് മെത്തേഡ് എംഫസൈസസ് എ നാച്ചുറൽ അപ്രോച്ച് ടു ലാംഗ്വേജ് അക്വിസിഷൻ, മിററിംഗ് ഹൗ children acquire their first language through immersion and authentic interaction. സോ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ രീതിയിലും ടാർഗറ്റ് ലാംഗ്വേജിൽ തന്നെ മാക്സിമം പ്രാക്ടീസ് ചെയ്യുന്നു ഇൻ നാച്ചുറൽ ലേണിംഗ് കണ്ടീഷൻ. സോ ആൻഡ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഇന്ററാക്റ്റീവ് ആകുന്നു, ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നു, ഫ്ലുവൻസി ബിൽഡപ്പ് ആകുന്നു. സോ ദീസ് ആർ സം ഓഫ് ദി അഡ്വാൻറ്റേജസ് ഓഫ് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഇനി നമുക്ക് 6 മാർക്സ് എസ്സേയിലോട്ട് വരാം. What are the elements of comedy of manners in the School for Scandal? So, let us look at the introduction. The School for Scandal is a comedy of manners in 5 acts. 5 acts ഒരു comedy of manners ആണ്. This is just the basic introduction. It was first performed in 1777 at the Drury Lane Theatre in London, and it satirizes the pretentious behavior, the customs of upper class society, and its interest in malicious gossiping. So, അവിടെ തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോമഡി ഓഫ് മാനേഴ്സിന്റെ ഏറ്റവും വലിയ ഫീച്ചർ പറയാണ്. എന്താണ്? ആ ഒരു പ്രിട്ടൻഷ്യസ് ആയിട്ടുള്ള സ്നോബിഷ് ബിഹേവിയറിനെയൊക്കെ കളിയാക്കുന്ന, അപ്പർ ക്ലാസ് സൊസൈറ്റിയുടെ ആ ഒരു കസ്റ്റംസിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന, ഗോസിപ്പിംഗ്, അവരുടെ ആ ഒരു ഗോസിപ്പിംഗ് നേച്ചറിനെയൊക്കെ കളിയാക്കുന്ന ഒരു വർക്കാണ് നമ്മുടെ ദ സ്കൂൾ ഫോർ സ്കാൻഡൽ. Written by Richard Brinsley Sheridan, the play begins with a comment on scandalmongering through a verse prologue written by David Garrick. So just നമുക്ക് എന്താണ് അതിന്റെ ഓതറിനെ പറ്റിയിട്ടും, ദ പ്ലേ റൈറ്റിനെ പറ്റിയിട്ടും, ആൻഡ് ഓൾസോ അത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ പറയുന്ന സ്കാൻഡൽസ് സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു ഗോസിപ്പിംഗ് നേച്ചറിനെ പറ്റിയിട്ട് ഒരു കമന്റ്, അതൊരു വേഴ്സ് ഇൻട്രൊഡക്ഷൻ ആണ് ഇൻ ദ ഫോം ഓഫ് പോയം. ഒരു പോയിട്രി പോലെയാണത് തുടങ്ങുന്നത്. ആൻഡ് ഇറ്റ് ഇസ് റിട്ടൺ ബൈ ദ റിനൗൺഡ് ആക്ടർ ഡേവിഡ് ഗാരി. The School for Scandal employs. Now, we are asked in particular about the features that make it worth calling a comedy of manners. So, our features ഏതൊക്കെയാണെന്ന് we have to pinpoint. Okay. One is stereotypical stock characters, which is a very, very important feature of comedy of manners. Okay. ഇന്ന ഒരു പ്രത്യേക രീതിയിൽ ക്യാരക്ടർ ടൈപ്പ്, ആ ഒരു പ്രോട്ടോടൈപ്പ്. ഫോർ എക്സാമ്പിൾ, ലേഡി സ്നിയവലിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ സ്നോബിഷ് ബിഹേവിയർ, ഗോസിപ്പിങ്ങിന്റെ ഒക്കെ ഏറ്റവും വലിയ അതിനപ്പുറത്തേക്കില്ല. ആ ഒരു പക്ക ആ ഒരു സ്റ്റീരിയോട്ടിപ്പിക്കൽ സ്റ്റോക്ക് ക്യാരക്ടർ ആയിട്ടാണ് ലേഡി സ്നിയവലിനെ പ്രസന്റ് ചെയ്യുന്നത്. അതുപോലെ ജോസഫ് സർഫസ് is represented as a hypocrite who schemes and manipulates others. So he's very good in changing people's minds and turning them against each other. So ഒരു സ്കീമർ സ്റ്റോക്ക് ക്യാരക്ടർ നമുക്ക് ജോസഫ് സർഫസിന് കൊടുക്കാം. Now coming to ചാൾസ് സർഫസ്, വളരെ നല്ല ഒരു ക്യാരക്ടർ, എന്താണ്, നല്ല കൈൻഡ് ആൻഡ് ജെൻറസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ്. അത് നമുക്ക് ചാൾസ് സർഫസിന് കൊടുക്കാം. ഇനി മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് കോമഡി ഓഫ് മാനേഴ്സിൽ ഇൻട്രീഗ്സ് ആൻഡ് സ്ക്രീൻ സീൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് കൺഫ്യൂഷൻ വരുന്ന തരത്തിലുള്ള പലതരം ഡബിൾ പ്ലേ വരുന്ന, ഡബിൾ മീനിങ് വരുന്ന ലാംഗ്വേജ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ ഒരാള് ഒരു സ്ക്രീനിന്റെ മറവിൽ നിന്നുകൊണ്ട് ഒരു കാര്യം ഹൈഡ് ചെയ്ത് ചെയ്യുന്നു. അങ്ങനത്തെ സ്ക്രീൻ സീൻസ് നമുക്ക് കോമഡി ഓഫ് മാനേഴ്സിൽ കാണാൻ സാധിക്കും. അതുപോലെ ദ സ്കൂൾ ഫോർ സ്കാൻഡൽ റിലൈസ് ഹെവിലി ഓൺ പ്ലോട്ട്സ് ഓഫ് ഡിസെപ്ഷൻ. ഓക്കെ, എന്താണ് ആ ഒരു ഡിസെപ്റ്റീവ്, ഒളിമറയുള്ള ഒരു നേച്ചർ. അതുപോലെ സീക്രട്ട് അഫയേഴ്സ്, ഡ്രമാറ്റിക് ആയിട്ടുള്ള കുറെ ട്രൂത്ത്സ് ഇങ്ങനെ പറയുന്നു. അതൊക്കെ ഈ പ്ലേയിൽ ഉണ്ട്. അതുപോലെ ഞാൻ സ്ക്രീൻ സീൻ പറഞ്ഞല്ലോ, ഇവിടെ നമ്മുടെ സ്കൂൾ ഫോർ സ്കാൻഡലിലെ സ്ക്രീൻ സീൻ വരുന്നത് ആക്ട് 4 അവിടെ ലേഡി ടീസൽ ഇസ് ഹൈഡിങ് ബിഹൈൻഡ് എ സ്ക്രീൻ ഇൻ ജോസഫ്സ് റൂം. ഇതൊരു തിയേറ്ററിക്കൽ ഡിവൈസ് തന്നെയാണ്. കോമഡി ഓഫ് മാനേഴ്സിന്റെ ആ ഒരു നേച്ചർ എടുത്ത് കാട്ടുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. സോ ആ ഒരു സോഷ്യൽ ഹിപ്പോക്രസിയും കോമിക് ആയിട്ടുള്ള നേച്ചറൊക്കെ നമുക്കിവിടെ കാണാം.
The simple life of the countryside is often contrasted against the pretentious nature of the high society in London. അതും കോമഡി ഓഫ് മാനേഴ്സിന്റെ ഒരു ഫീച്ചറാണ്. അപ്പൊ അവിടെ നമുക്കൊരു ഓപ്പോസിഷൻ, ഒരു കോൺട്രാസ്റ്റ് കാണാം. ഓൺ വൺ സൈഡ് കൺട്രി സൈഡിന്റെ സിംപ്ലിസിറ്റി, മറ്റേ സൈഡിൽ ആ ഹൈ സൊസൈറ്റി, അതിന്റെ ആ ഒരു ഫാഷനബിൾ പ്രിട്ടൻഷ്യസ് നേച്ചർ. ഇവിടെ നമുക്ക് സർ പീറ്റർ ടീസിൽ അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യ ലേഡി ടീസിലൂടെ ഈ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും, ഈ ഒരു കോൺട്രാസ്റ്റ്. ലേഡി ടീസിൽ ആ ഒരു കൺട്രി സൈഡിൽ നിന്ന് വന്നിട്ടുള്ള സ്ത്രീയാണ്, പക്ഷെ എന്നാൽ കൂടി അവര് ഹൈ സൊസൈറ്റിയുടെ ആ ഒരു എക്സ്ട്രാവജൻ വൈസസ്, ആ ഒരു കപടതയിലും ആ ഗോസിപ്പിംഗ് കൾച്ചറിലേക്കും ഒക്കെ അങ്ങ് വീണു പോവുകയാണ്. ഓക്കെ, പക്ഷെ ഇപ്പോഴും സർ പീറ്റർ ടീസിൽ ഇസ് ഏബിൾ ടു എന്താണ് hold that countryside spirit, genuine nature, simplicity within him. പക്ഷെ ലേഡി ടീസിൽ അത് മറികടന്ന് ആ ഒരു അപ്പർ ഹൈ സൊസൈറ്റിയുടെ ഇതിലോട്ട് പോവുകയാണ്. സോ ഈ ഒരു പ്ലേയിലൂടെ നമുക്ക് ഹിപ്പോക്രസി, സൂപ്പർഫിഷ്യാലിറ്റി, വാനിറ്റി എല്ലാം, ലണ്ടൻ അരിസ്റ്റോക്രസിയുടെ സമയത്തെ മോറൽ കറപ്ഷൻ, ഇതെല്ലാം ഡയലോഗ്സിലൂടെ നമുക്ക് മുന്നിലേക്ക് പ്ലേ റൈറ്റ് ഓപ്പൺ അപ്പ് ചെയ്ത് തരികയാണ്. ആൻഡ് ഇറ്റ് റിലൈസ് ഹെവിലി ഓൺ ദ ലാംഗ്വേജ് വിച്ച് ഇസ് ഷാർപ്പ്, ഇന്റലക്ച്വൽ റിപ്പാർട്ടി, ഐറണി, ഡബിൾ എൻറ്റൻട്രീസ്. ഇപ്പൊ ഡബിൾ മീനിങ്സ്, അതുപോലെ പൺസ്, ഐറണി, ഇതൊക്കെ ഒരുപാടുള്ള ഒരു വർക്ക് ആയിരിക്കും ഒരു കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയുന്നത്. ദിസ് ഇസ് വാട്ട് ഇസ് സ്കൂൾ ഓഫ് സ്കാൻഡൽ എക്സാക്ട്ലി. ഇപ്പൊ നമ്മള് ലേഡി സ്ന്യാവൽ അതുപോലെ മിസ്സസ് കാൻഡർ എന്നീ കഥാപാത്രങ്ങളുടെ ഡയലോഗ്സ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇത്തരത്തിലുള്ള എന്താണ് ഡബിൾ മീനിങ്സ് ഒക്കെയുള്ള ഡയലോഗ്സ് ആണ്, കോമിക് കോൺവെർസേഷൻസ് ആണ്. നെക്സ്റ്റ് 6 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, യു ഹാവ് ടു അനലൈസ് ദ വേരിയസ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഇൻ ദ പോയിം ടു ഹിസ് കോയി മിസ്ട്രസ് ആൻഡ് യു ഹാവ് ടു ഗീവ് എക്സാമ്പിൾസ് ടു. സോ നമുക്ക് ലിറ്റററി ഡിവൈസസ്, ഈ പോയത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന ലിറ്റററി ഡിവൈസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇൻ ദിസ് പോയം ആൻഡ്രൂ മാർവൽ യൂസസ് വെരി ബോൾഡ് മെറ്റഫിസിക്കൽ കൺസീറ്റ്സ്, റെട്രിക്കൽ ഡിവൈസസ്. അതൊന്ന് നമുക്കറിയാം ലാറ്റിൻ മോട്ടീഫ് ആയിട്ടുള്ള കാർപി ഡിയം, ദാറ്റ് ഇസ് സീസ് ദ ഡേ, യു ഷുഡിന്റ് വേസ്റ്റ് ദ ടൈം ബട്ട് സീസ് ദി മൊമെന്റ്, സീസ്, ക്യാപ്ചർ ദ പ്രസന്റ്, ആ ഒരു ഇതാണ്. ഫസ്റ്റ് സെക്ഷനിൽ ദ പോയിറ്റ് യൂസസ് എ ഹൈപ്പർബോളെ to illustrate how much time would his beloved deserve for his love if time were infinite. So അത് ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ, if time was infinite for me, then I would spend more time for describing you. And he says എന്താണ്, ഹൈപ്പർബോളെ, വെരി അൺബിലീവബിൾ ആയിട്ടുള്ള, എക്സാജറേറ്റഡ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് യൂസേജ് ആണ്. നോക്കിയാൽ 100 years for praising eyes, 200 years for praising her breast, and 30,000 years for praising the rest of her body parts. So that is it. അപ്പൊ എക്സാമ്പിൾ ആയി. ഇനി അടുത്തത് മെറ്റഫറിലേക്ക് പോവാണ്. ഓഫ് വെജിറ്റബിൾ ലവ് ടു സജസ്റ്റ് എ സ്ലോ ആൻഡ് സ്റ്റഡി ഗ്രോത്ത് that might increase to vast proportions as he compares his love to a slow-growing vegetable and claims that it will eventually be larger than an empire. So my love is like a vegetable love. കാരണം വളരെ സ്ലോ ആണ്, ബട്ട് സ്റ്റഡി ആയിട്ടുള്ള ഒരു ലവ് ആണ്, അല്ലേ? പക്ഷേ ആസ് ദ ടൈം ഗോസ് വളരെ ലാർജ് പ്രപ്പോർഷൻസിലേക്ക് അത് വരും. ഓക്കെ, ഇൻ ദ സെൻസ് ഒരു എംപയറിനേക്കാളും വലിയ ഒരു ബ്രോഡ് സെൻസിൽ അദ്ദേഹം തന്റെ ലവിനെ ഡിഫൈൻ ചെയ്യാണ്. ഇനി പേഴ്സണിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. ഇവിടെ ദ സ്പീക്കർ എൻവിഷൻസ് ടൈം ആസ് എ പേഴ്സൺ ഹു ഈസ് റിലൻലെസ്ലി ചേസിങ് ലൈഫ്സ് വൈൽ ഫ്ലൈയിങ് എ ചാരിയറ്റ്. നമ്മൾ എവിടെയൊക്കെ പോയാലും സമയം നമ്മുടെ പുറകെ ഉണ്ട്. ഇറ്റ് ഈസ് ഫ്ലൈയിങ് എ ചാരിയറ്റ്. ആ ഒരു രീതിയിൽ പേഴ്സണിഫൈ ചെയ്യുവാണ്. എ പേഴ്സൺ ഹു ഈസ് ചേസിങ് the lives of people while flying a chariot. And also, ഇവിടെ ഒരു indirect reference ഉണ്ട് to the Carpe Diem theme, as the speaker wants his beloved to use the time. See, time is moving fast, let us use it to the maximum എന്നൊരു indirect reference കൂടെ ഉണ്ട്. Now, the speaker also personifies the grave
ആസ് എ പ്ലേസ് ഓഫ് പ്രൈവസി. അപ്പൊ ഇവിടെയും ഗ്രേവിനെയും പേഴ്സണിഫൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? അവിടെ ഗ്രേവ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് സ്പേസ് ആയിട്ടാണ് കാണിക്കുന്നത്. ജസ്റ്റ് as ഹ്യൂമൻസ്, a reference to the inevitable nature of death and mortality in the lives of the lovers. അപ്പൊ ഈ ലവേഴ്സിന്റെ ജീവിതത്തിൽ ഡെത്ത് ആൻഡ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത് ഫെയ്ത്ത്ഫുള്ളി എന്താണ് വന്നു ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഉറപ്പായിട്ടും സംഭവിക്കുന്ന ഒന്നാണ്. ഓക്കെ, സോ ഈ ഗ്രേവ് എന്ന് പറയുന്നത് എന്താണ്? ഹൗ വൺ പേഴ്സൺ ക്യാൻ ബി എ പ്രൈവറ്റ് സ്പേസ് ടു സംവൺ. അതുപോലെ ഗ്രേവിനെ ഒരു പ്രൈവറ്റ് സ്പേസ് ആക്കി ആകാൻ സാധിക്കും. സി, എനിക്ക് ഇയാളൊരു നല്ലൊരു എന്റെ പ്രൈവറ്റ് സ്പേസ് ആണ് എന്ന് പറയുന്ന പോലെ ദ ഗ്രേവ് ഇസ് എ പ്രൈവറ്റ് സ്പേസ് ഫോർ മീ. ആ ഒരു രീതിയിൽ ഗ്രേവ് പേഴ്സണിഫൈഡ് ആകുന്നുണ്ട്. ഇനി തേർഡ് സ്റ്റാൻസയിൽ സിമിലി വരുന്നുണ്ട്. ആ ഒരു ലവേഴ്സിന്റെ ലവ്, ആ ഒരു പാഷനേറ്റ് നേച്ചർ കാണിക്കാൻ ദേ ആർ കമ്പയർഡ് ടു ദ അമോറസ് ബേർഡ്സ് ഓഫ് പ്രേ. ഓക്കെ, ഒരു ലെസ്ഫുൾ ആയിട്ടുള്ള ബേർഡ്സ് ഓഫ് പ്രേ who are engaged in love making. Okay, so birds of prey എന്ന് പറയുമ്പോൾ ലൈക്ക് ഈഗിൾ, വൾച്ചർ. സോ ആ ഒരു വയലന്റ് നേച്ചർ കാണിക്കാനാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്. ദ സ്പീക്കർ യൂസസ് ദ മെറ്റഫർ ഓഫ് അയൺ ഗേറ്റ്സ് ഓഫ് ലൈഫ് ഓൾസോ to describe the romantic outburst of love between him and his beloved that would transcend earthly constraints. So ഈ അയൺ ഗേറ്റ്സ് ഓഫ് ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഒരു ലവർ ആൻഡ് നമ്മുടെ സ്പീക്കർ തമ്മിലുള്ള ആ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഇസ് സോ പവർഫുൾ ദാറ്റ് ഈവൻ എർത്ത്ലി ഒബ്സ്റ്റക്കിൾസ് ആയിട്ടുള്ള അയൺ ഗേറ്റ്സിനെ വരെ അതിനെ തകർക്കാൻ സാധിക്കും എന്നുള്ള ഒരു മെറ്റഫറും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അനലൈസ് മാത്യു അർണോൾഡ്സ് പോയം ദ സ്കോളർ ജിപ്സി ആൻഡ് ഡവർ ബീച്ച് ആസ് കമന്ററീസ് ഓൺ ദ സ്പിരിച്വൽ കൺഫ്യൂഷൻ ഓഫ് ദ വിക്ടോറിയൻ ഏജ്. സോ ഈ രണ്ട് പോയിന്റ്സും ദേ ആർ ക്വിൻറ്റസെൻഷ്യൽ പോയിന്റ്സ് ഓഫ് വിക്ടോറിയൻ കോംപ്രമൈസ് ആൻഡ് ക്രൈസിസ് ഓഫ് ഫെയ്ത്ത്. വിക്ടോറിയൻ പീരീഡിൽ ഉണ്ടായിരുന്ന ആ ഒരു സയൻസ് റിലീജിയൻ ഡിബേറ്റിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ രണ്ട് പോയിന്റ്സ്. ഇത് ആ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് വിച്ച് എക്സിസ്റ്റഡ് ഡ്യൂറിങ് ദ മോഡേൺ ലൈഫ്, മോഡേൺ ലൈഫിനെ ഏറ്റവും കൂടുതൽ എന്താണ് അഫക്റ്റ് ചെയ്ത ഈ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്, വിക്ടോറിയൻ സമയത്തെ ആ ഒരു ക്രൈസിസ് ആണ് ഈ പോയത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മള് when we come to the scholar Gypsy, it's a pastoral elegy and it is about a 17th century Oxford scholar who left Oxford to join the Gypsies. അപ്പൊ ഇങ്ങനെ അങ്ങ് ട്രാവൽ ചെയ്ത് നടന്ന ഒരാളാണ് അത്. എന്നിട്ട് അയാള് തിരിച്ചു വന്നോ? ഇല്ല, ഓക്സ്ഫോർഡ് വിട്ടിട്ടാണ് ഈ സ്കോളർ പോകുന്നത്. അർണോൾഡ് ഈ ഒരു സ്റ്റോറി എടുത്തിട്ട് എന്താണ്, തൻ്റെ ഉള്ളിലെ ആ ഒരു മോഡേണിറ്റിയുടെ തോട്ട്സിനെ പറ്റിയിട്ട് ആ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഒക്കെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണം. ഈ ഡവോ ബീച്ചിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഓപ്പൺസ് വിത്ത് ദിസ് നൈറ്റ് സീൻ. സോ ഇറ്റ് വാസ് ലിറ്ററലി ദ ടൈം വെൻ അർണോൾഡ് വാസ് ഹണിമൂണിങ് വിത്ത് ഹിസ് വൈഫ്. So at the very same time, when he is standing there and viewing that French shore, which is distant to him, അദ്ദേഹത്തിന് മനസ്സിലായ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. It is a scene which is at once in constant transition and of unchanging permanence. So മാറിക്കൊണ്ടിരിക്കുന്ന സീൻസ്, ബട്ട് അതിൻ്റെ ഒരു പെർമനന്റ് നേച്ചർ ഈസ് ദാറ്റ് അൺസർട്ടൻ ഫീലിംഗ്. സോ അദ്ദേഹം ജീവിച്ച ആ ഒരു മോഡേൺ ടൈംസ്, അതിന്റെ തോട്ട്സ് അദ്ദേഹത്തിന്റെ മൈൻഡിലേക്ക് വരുന്നുണ്ട്. വിക്ടോറിയൻ എറയിലുണ്ടായിരുന്ന ആൻസൈറ്റി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. ആ ഒരു വിക്ടോറിയൻ പീരീഡില് ഇൻഡസ്ട്രിയലൈസേഷൻ, urbanization, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ സയന്റിഫിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രസ്, അത് ഏറ്റവും കൂടുതൽ റിവീൽഡ് ആകുന്നത് ചാൾസ് ഡാർവിന്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് 1859 പബ്ലിഷ് ചെയ്യുന്നതോടുകൂടിയാണ്. അങ്ങനെ റിലീജിയനും സയൻസും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് വരുവാണ്. ആൻഡ് ഓൾസോ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടുമായിട്ടുള്ള എന്താണ് പ്രോബ്ലംസ്, റിലീജിയൻ ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടായിരുന്ന ആ ഒരു തോട്ട്സ്,
അതിൽ വരുന്ന ചില പ്രോബ്ലംസ്, ഓക്കെ, ആ ഒരു ബിലീഫ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്ത ചില പ്രോബ്ലംസ്, ഇങ്ങനെ സ്കെപ്റ്റിക് ആയിട്ടുള്ള പെസിമിസ്റ്റിക് ആയിട്ടുള്ള പല സിറ്റുവേഷൻസ് ഈ ഒരു റിലീജിയൻ വേഴ്സസ് സയൻസ് എന്ന ക്ലാഷിൽ ഉണ്ടായിരുന്നു. അതായിരുന്നു മോഡേണിറ്റിയെ വിക്ടോറിയൻ പീരീഡിൽ എഫക്ട് ചെയ്ത ഏറ്റവും വലിയ ഫാക്ടർ. ഇനി ഡവോ ബീച്ചില് അർണോൾഡ് ഇസ് വെരി സാഡ് അബൌട്ട് ദ റിട്രീറ്റ് ഓഫ് ദ സീ ഓഫ് ഫെയ്ത്ത്. At one time, the Christianity was in full, and people were brimming with their എന്താണ് Christian beliefs. പക്ഷെ now the world is leaving to darkness. The sea of faith is receding. The poem portrays humanity as left in confused alarms of struggle and flight. ആ ഒരു മോഡേൺ എക്സിസ്റ്റൻസിന്റെ ആ ഒരു അൺസർട്ടനിറ്റി കാണിക്കുവാണ്. ഇനി നമ്മൾ നേരെ സ്കോളർ ജിപ്സിയിലോട്ട് വന്നാലോ, ദ ജിപ്സി ഈസ് അബാൻഡനിങ് ഓക്സ്ഫോർഡ്. വൈ? ടു വാണ്ടർ എമംഗ് സം ജിപ്സീസ്, സം സ്കോളേഴ്സ്, ടു പെർസ്യൂ വിസ്ഡം, സിംബലൈസിങ് എ ടൈംലെസ് ക്വസ്റ്റ് ഫോർ ട്രൂത്ത്. അപ്പൊ മോഡേൺ ഡൗട്ട്സിൽ നിന്നെല്ലാം മാറി ഒരു എറ്റേണൽ ജേർണി ഫോർ ഫൈൻഡിങ് ദ ട്രൂത്ത് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ, ഹിയർ ദ സ്കോളർ ജിപ്സി എന്ന പോയത്തിലൂടെ the poet is ultimately criticizing the materialistic elements, the kind of skeptic thoughts, and he calls them as the strange disease of modern life. Modern life in affect ചെയ്യുന്ന ആ ഒരു strange disease, സ്പിരിച്വാലിറ്റിയെ ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആ സ്ട്രേഞ്ച് ഡിസീസ്, അതിനെ ക്രിട്ടിസൈസ് ചെയ്യണം അദ്ദേഹം ഈ പോയത്തിലൂടെ. സോ രണ്ട് പോയിംസും ഈ സ്പിരിച്വൽ വിക്ടോറിയൻ സ്പിരിച്വൽ ക്രൈസിസിനോടുള്ള അർണോൾഡിന്റെ ഡ്യുവൽ റെസ്പോൺസ് ആയിട്ട് നമുക്ക് കാണാം. വൈൽ ഓൺ വൺ സൈഡ് ഡവോ ബീച്ചിലൂടെ അദ്ദേഹം ആ ഒരു ഫെയ്ത്ത്, റിലീജിയസ് ഫെയ്ത്തിന്റെ കൊളാപ്സിനെ പറ്റിയിട്ട് ഓർത്ത് ലാമെന്റ് ചെയ്യാണ്, വിഷമിക്കുമ്പോൾ. അതുപോലെ അതുണ്ടാക്കിയ ഒരു ഡൾ ബ്ലീക്ക് സിറ്റുവേഷനെ പറ്റി ഓർത്ത് അദ്ദേഹം വിഷമിക്കുമ്പോൾ, ഓൺ ദി അതർ സൈഡ് സ്കോളർ ജിപ്സിയിലൂടെ there is always a possibility for spiritual renewal, ആ ഒരു സ്പിരിച്വൽ കംബാക്കിനുള്ള ഒരു പോസിബിലിറ്റി ഇനി ഉണ്ട്. സോ ഡോണ്ട് ലൂസ് യുവർ ഹോപ്പ് ഓൺ ക്രിസ്ത്യാനിറ്റി, കം ബാക്ക് വിത്ത് യുവർ സ്പിരിച്വൽ perseverance and purity. So both works actually highlight this tension between tradition and modernity, making them great commentaries on this spiritual confusion. Did you understand? Okay. Okay, so let us conclude here, because നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. ഐ ഗസ് ഇതൊരു ലോങ് സെഷൻ ആയിരുന്നു. So we can discuss the rest of the questions in the next lecture. Okay, thank you.